ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. പെട്ടെന്ന് ഉരുക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല. അതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കരക്ക് കംപ്ലീറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടിതാ ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ നെയ്യ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒന്ന് കോരി മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കംപ്ലീറ്റ് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്കിത് ഇതുപോലെ നേന്ത്രപ്പഴം, ഞാനിവിടെ 2 ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. അത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് നെയ്യിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നേന്ത്രപ്പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പാറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തേങ്ങ കൂടുന്നതോറും ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിതിൽ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ശർക്കര പാനി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരണം. അപ്പോൾ ചേരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് പഴമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാലുള്ള ഒരു ശർക്കര പാനിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/3 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് വെക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ സാധാരണ അരിപ്പൊടി തന്നെയാണ് കേട്ടോ. പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ ഇത് കുറവുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിലാണ് ശർക്കരപ്പാനി ഉരുക്കിയെടുത്തത്. അപ്പോൾ ശർക്കരപ്പാനി കുറച്ച് വെള്ളത്തിലൊക്കെ ഉരുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ചൂടുവെള്ളം എന്തെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിതൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ടാക്കണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് നല്ലൊരു മാവ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനുണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില വാട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ വാഴയിലയിൽ നമ്മൾ കുറേശ്ശെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് നമ്മൾ ചുരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലുള്ളത് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നീളത്തിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
എന്നിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗവിൽ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് ഇത്രയുള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്